നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതകളെത്തുന്ന പഞ്ചായത്തുകളിൽ സ്ത്രീ സംവരണ വാർഡുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുന്നണികൾക്ക് നിർണായകമാകും. മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ മുന്നണികൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു. തലൂർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനത്തിൽ അരങ്ങേറിയത് ജനപ്രിയ ഇനങ്ങൾ. പുതുക്കാട് നടക്കുന്ന 36ാമത് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. കലോത്സവത്തിന്റെ 3ാം ദിനത്തിൽ അരങ്ങേറിയത് ജനപ്രിയ ഇനങ്ങളാണ്. പുതുക്കാട് നടക്കുന്ന ഇരിങ്ങാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആദിവാസി ഗോത്ര കലകളുടെ മത്സര ഇനങ്ങൾ കാണികൾക്ക് കൗതുകമായി. കഴിഞ്ഞ വർഷം മുതലാണ് കേരള സ്കൂൾ കലോത്സവത്തിൽ ആദിവാസി ഗോത്ര കലകൾ ഉൾപ്പെടുത്തിയത്. മുരിയാട്ടുകാർക്ക് ഇനി മുതൽ ക്രിമിറ്റോറിയം അന്വേഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വരില്ല. ക്രിമിറ്റോറിയം വീട്ടുമുറ്റത്തെത്തുന്ന മൊബൈൽ ക്രിമിറ്റോറിയം പദ്ധതി മുരിയാട് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് യാഥാർത്ഥ്യമാക്കിയത്. വിശദമായ വാർത്തകളിലേക്ക്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതകൾ എത്തുന്ന പഞ്ചായത്തുകളിൽ സ്ത്രീ സംവരണ വാർഡുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുന്നണികൾക്ക് നിർണായകമാകും. മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ മുന്നണികൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജില്ലയിൽ സ്ത്രീകൾക്ക് സംവരണം ചെയ്ത തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് സ്ഥാനം നിശ്ചയിച്ചപ്പോൾ കൊടകര, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് സ്ഥാനം വനിതകൾക്ക്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ട അളഗപ്പനഗർ, നെന്മണിക്കര, പുതുക്കാട്, തൃക്കൂർ, മുരിയാട്, പറപ്പൂക്കര, ആളൂർ പഞ്ചായത്തുകളിലും പ്രസിഡന്റ് സ്ഥാനത്ത് വനിതകളെത്തും. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി സ്ത്രീ സംവരണമാണ്. ജില്ലയിൽ 5 പട്ടികജാതി സ്ത്രീ സംവരണം ഉൾപ്പെടെ 43 ഗ്രാമപഞ്ചായത്തുകളിലാണ് പ്രസിഡന്റ് സ്ഥാനത്ത് വനിതകൾ എത്തുന്നത്. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലും ചാലക്കുടി ഉൾപ്പെടെ 4 നഗരസഭകളിലും വനിതാ പ്രസിഡന്റുമാർ വരും. തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വാർഡ് തലത്തിലും സംവരണ സീറ്റുകൾ നിശ്ചയിച്ചു കഴിഞ്ഞതോടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച നീക്കങ്ങളിലാണ് വിവിധ മുന്നണികൾ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേതൃപാടവമുള്ള വ്യക്തികളെ കൂടി എത്തിക്കേണ്ടതിനാൽ സ്ത്രീ സംവരണ വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ മുന്നണികളുടെ ഉത്തരവാദിത്വം ഏറുകയാണ്. തലൂർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനത്തിൽ അരങ്ങേറിയത് ജനപ്രിയ ഇനങ്ങൾ. ചടുലമായ ചുവടുകൾ, കൃത്യതയാർന്ന മെയ്വഴക്കം. തലൂർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിനത്തിൽ പ്രധാന വേദിയിൽ അരങ്ങേറിയ സംഘനൃത്തം കാണികളെ ആവേശത്തിലാഴ്ത്തി. വ്യത്യസ്തമായ പ്രമേയങ്ങൾ, കഥയും കാലവും ദൃശ്യവൽക്കരിക്കുന്ന വേഷവിധാനങ്ങൾ, ഒരേ താളത്തിൽ ഒരേ മനസ്സോടെ ചുവടുവെക്കുന്ന കലാകാരികൾ വേദിയിൽ നിന്നും കണ്ണെടുക്കാതെ കണ്ടിരുന്നു പോകും. മറ്റൊരു വേദിയിൽ അരങ്ങേറിയത് വാശിയേറിയ ഒപ്പന മത്സരമാണ്. മൈലാഞ്ചി അണിഞ്ഞ കൈകളിൽ ഒപ്പന താളം മുറുകിയപ്പോൾ കാണികളും ആവേശത്തിലായി. തിളങ്ങുന്ന ആടയാഭരണങ്ങൾ അണിഞ്ഞ് കവിളിൽ നാണം തുടുത്തുനിന്ന മണവാട്ടിമാരും എന്നത്തെയും പോലെ കലാസ്വാദകരുടെ മനം നിറച്ചു. വട്ടപ്പാട്ട്, അർബനമുട്ട്, കോൽക്കളി തുടങ്ങിയ മാപ്പിള കലകൾ, മൂകാഭിനയം, നാടകം തുടങ്ങിയ ജനപ്രിയ ഇനങ്ങൾ. കലോത്സവത്തിന്റെ 3ാം ദിനം കലകളുടെ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു.
4 നാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിന് വെള്ളിയാഴ്ച സമാപനമാകും. പുതുക്കാട് നടക്കുന്ന 36ാമത് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. കലോത്സവത്തിന്റെ 3ാം ദിനത്തിൽ ജനപ്രിയ ഇനങ്ങൾ അരങ്ങിലെത്തി. കലോത്സവത്തിന്റെ 3ാം ദിനത്തിൽ അരങ്ങേറിയത് ജനപ്രിയ ഇനങ്ങളാണ്. വേദി 1-ൽ ഭരതനാട്യം, വേദി 2-ൽ മൂകാഭിനയവും നാടകവും, വേദി 3-ൽ സംഘഗാനം, വേദി 4-ൽ മാപ്പിളപ്പാട്ട്, വേദി 5-ൽ നാടോടി നൃത്തം. മുഴുവൻ വേദികളിലും കാണികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. 11 വേദികളിലായി 4 ദിനം നീണ്ട കലയുടെ പകലുകൾ. ഓരോ മത്സര ഇനത്തിലും 1ാം സ്ഥാനത്തെത്തുന്നവർ ഇനി ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിലേക്ക്. അവിടെയും വിജയിച്ച് പിന്നെ ഇത്തവണ തൃശ്ശൂരിൽ അരങ്ങേറുന്ന സംസ്ഥാന കലോത്സവത്തിന്. കുട്ടികൾ വളരട്ടെ, കലയുടെ ലഹരി നുണഞ്ഞ് കലാകാരന്മാരും കലാകാരികളുമായി. പുതുക്കാട് നടക്കുന്ന ഇരിങ്ങാലക്കുട ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ ആദിവാസി ഗോത്ര കലകളുടെ മത്സര ഇനങ്ങൾ കാണികൾക്ക് കൗതുകമായി. കഴിഞ്ഞ വർഷം മുതലാണ് കേരള സ്കൂൾ കലോത്സവത്തിൽ ആദിവാസി ഗോത്ര കലകൾ ഉൾപ്പെടുത്തിയത്. മത്സരവേദികൾക്ക് പുതിയ താളവും ആവേശവും നൽകിയാണ് ഗോത്രകലകൾ അരങ്ങേറിയത്. ഗോത്രകലകൾ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമാക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിനൊടുവിലാണ് കഴിഞ്ഞ വർഷം മുതൽ ആദിവാസി ഗോത്രങ്ങളുടെ നൃത്തരൂപങ്ങൾ മത്സരത്തിൽ ഉൾപ്പെടുത്തിയത്. മംഗലം കളി, പണിയനൃത്തം, ഇരുളനൃത്തം, പളിയനൃത്തം, മലപ്പുലയരുടെ ആട്ടം എന്നിവയാണ് മത്സര ഇനങ്ങൾ. മാവിലൻ മലവേട്ടുവൻ സമുദായത്തിന്റെ തനത് കലാരൂപമാണ് മംഗലം കളി. കല്യാണത്തിന്റെ ഭാഗമായി കളിക്കുന്ന കലാരൂപം കൂടിയാണിത്. തുടിയാണ് ഇതിൽ വാദ്യോപകരണമായി ഉപയോഗിക്കുന്നത്. തുളുവിലും മലയാളത്തിലുമുള്ള പാട്ടുകളായിരിക്കും മംഗലം കളിയിൽ ഉണ്ടാവുക. പണിയർ ഗോത്രത്തിലെ പുരുഷന്മാർ അവതരിപ്പിക്കുന്ന നൃത്തരൂപമാണ് കമ്പക്കളി, വട്ടക്കളി. കരു, പറ, ഉടുക്ക് തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതേസമയം നൃത്തത്തിനും സംഗീതത്തിനും തുല്യ പ്രാധാന്യമുള്ള കലാരൂപമാണ് ഇരുള നൃത്തം. തുകലുകൊണ്ടും മുളകൊണ്ടും നിർമ്മിച്ച വാദ്യങ്ങളാണ് ഇരുള നൃത്തത്തിൽ ഉപയോഗിക്കുന്നത്. തമിഴ്, കന്നഡ, മലയാളം എന്നിവ കലർന്ന ഭാഷയാണ് ഇരുള നൃത്തത്തിന്റെ പാട്ടുകളിലുള്ളത്. പളിയ ആദിവാസി ഗോത്രത്തിന്റെ പാരമ്പര്യ നൃത്തമാണ് പളിയ നൃത്തം. രോഗശമനം, മഴ എന്നിവയ്ക്ക് വേണ്ടിയാണ് പളിയ നൃത്തം അവതരിപ്പിക്കുന്നത്. സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് അവതരിപ്പിക്കുന്ന മലപ്പുലയ ഗോത്രവിഭാഗത്തിന്റെ നൃത്തരൂപമാണ് മലപ്പുലയരുടെ ആട്ടം. സബ് ജില്ലാ തലത്തിൽ ഈ ഇനങ്ങളിൽ പങ്കെടുക്കാൻ മത്സരാർത്ഥികൾ കുറവാണെങ്കിലും ജില്ലാ സംസ്ഥാന തലങ്ങളിൽ കടുത്ത പോരാട്ടമാണ് നടക്കുക. കഴിഞ്ഞ വർഷം മുതലാണ് ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ നൃത്തരൂപങ്ങൾ കേരള സ്കൂൾ കലോത്സവത്തിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തിയത്.
ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ സംസ്കാരം അടയാളപ്പെടുത്തുന്ന ഇത്തരം കലാരൂപങ്ങൾ നമ്മുടെ പുതുതലമുറയ്ക്ക് കൗതുക കാഴ്ചയാണ്. നമ്മുടെ കുട്ടികൾ വളരട്ടെ, കലയുടെ ലഹരി നുണഞ്ഞ് കലാകാരന്മാരും കലാകാരികളുമായി. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മറ്റത്തൂർ പഞ്ചായത്ത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 8 സ്ഥലങ്ങളിലായി കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചു. മറ്റത്തൂർ കുന്നിൽ നിന്ന് ആരംഭിച്ച യോഗം അവിട്ടപ്പള്ളിയിൽ സമാപിച്ചു. അവിട്ടപ്പള്ളിയിൽ ടി ബാലകൃഷ്ണ മേനോന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് പി തങ്കം ഉദ്ഘാടനം ചെയ്തു. KV രാമകൃഷ്ണൻ, CV വിദ്യാധരൻ, IR ബാലകൃഷ്ണൻ, CP ത്രേസ്യ, MK വിജയൻ, അന്നം പൗലോസ് എന്നിവർ സംസാരിച്ചു. ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. കൊട്ടേക്കാട് സ്വദേശി ചിറ്റിലപ്പള്ളി ഷെല്ലിയുടെ മകൻ സാം ഷെല്ലിയാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഫുട്ബോൾ കളിക്കുന്നതിനിടെ ശാരീരിക അസ്വാസ്ഥ്യം തോന്നിയ വിദ്യാർത്ഥി കളി നിർത്തി വിശ്രമിക്കുകയായിരുന്നു. പിന്നീട് കുഴഞ്ഞു വീണതിനെ തുടർന്ന് സാം ഷെല്ലിയെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയിലാണ് മരണം സംഭവിച്ചത്. പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിലെ +2 വിദ്യാർത്ഥിയാണ് സാം ഷെല്ലി. വിശ്വസ്തമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പു നൽകി ഫാമിലി ഹോസ്പിറ്റൽ പള്ളിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മിതമായ നിരക്കിൽ ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യരംഗത്തെ കൃത്യമായ പരിചരണത്തിലൂടെ സുഗമമാക്കുക എന്നതാണ് ഫാമിലി ഗ്രൂപ്പിന്റെ ലക്ഷ്യം. കുട്ടികളിലും മുതിർന്നവരിലും മറ്റ് ജനറൽ വിഭാഗത്തിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളിലും പരിചയസമ്പന്നനായ ഡോക്ടർ സഞ്ജയ് MBBSന്റെ സേവനം ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ രാത്രി 10 വരെ ലഭ്യമായിരിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതിനും സൗകര്യമുണ്ടായിരിക്കും. വാർഡ് മെമ്പർമാരായ ജോജോ പിണ്ടിയാൻ, ജോൺ തുലാപ്പറമ്പിൽ, സാമൂഹ്യപ്രവർത്തകരായ ഫ്രാൻസിസ്, ആന്റണി, കെട്ടിട ഉടമ ജോസ്, മാനേജിംഗ് ഡയറക്ടർമാരായ KK അൻവർ സാദത്ത്, K മുജിബ് റഹ്മാൻ, K മുഹമ്മദ് അർഷദ്, ആമീനിൽ സിദാൻ എന്നിവർ പ്രസംഗിച്ചു. അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതാണ്. ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ 7 മുതൽ രാത്രി 10 വരെ ഹോസ്പിറ്റൽ തുറന്ന് പ്രവർത്തിക്കും. ആതുര സേവന രംഗത്ത് ഏറ്റവും പരിചയസമ്പത്തുള്ള സ്റ്റാഫുകളും ഹോസ്പിറ്റലിന്റെ പ്രത്യേകതയാണ്. ആധുനിക മിഷനറികളുടെ സഹായത്തോടെ പരിചയസമ്പന്നനായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉത്തരവാദിത്വത്തോടെ മിതമായ നിരക്കിൽ നടത്തപ്പെടുന്നു. ലാബ്, ECG, ഫാർമസി, നെബുലൈസേഷൻ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ രാത്രി 10 വരെ ലാബ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഓരോ വ്യക്തികളും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ജനറൽ ചെക്കപ്പ് വെറും 400 രൂപ പാക്കേജിൽ നടത്തപ്പെടുന്നു. ഫാമിലി ഹോസ്പിറ്റൽ ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയും സേവനം പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബേസിക് ഹെൽത്ത് പാക്കേജ് 150 രൂപയ്ക്ക് ചെയ്തു നൽകുന്നു. ഡോക്ടറുടെ പരിശോധന, ECG, പ്രമേഹ ടെസ്റ്റ്, കൊളസ്ട്രോൾ ടെസ്റ്റ്, കിഡ്നി ക്രിയാറ്റിൻ ടെസ്റ്റ്, ലിവർ ടെസ്റ്റ് എന്നിവ 150 രൂപയുടെ ഈ പാക്കേജിൽ ലഭ്യമാണ്. വരന്തരപ്പള്ളി റോഡിൽ വരാക്കര ഭഗവതി ക്ഷേത്രത്തിന്റെ കവാടത്തിന് സമീപത്തെ കെട്ടിടത്തിലാണ് ഫാമിലി ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. ആരോഗ്യരംഗത്ത് കൂടുതൽ പരിചയസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാർ, ലാബ് ടെക്നീഷ്യന്മാർ, നഴ്സിംഗ് സ്റ്റാഫുകൾ, ഫാർമസിസ്റ്റ് എന്നിവരടങ്ങുന്ന ഒരു ടീം തന്നെ ഫാമിലി ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നു. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ അത്യാഹിത ഘട്ടങ്ങളിൽ കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതിനും സൗകര്യമൊരുക്കിയിരിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച വിമുക്തി ഡി അഡിക്ഷൻ സെന്ററായ ചാലക്കുടിയിലെ ഡി അഡിക്ഷൻ സെന്ററിന്റെ വിപുലീകരണ പ്രവർത്തനത്തിലും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വേണ്ടി മികച്ച ഏകോപനം നടത്തിയതിന് ചാലക്കുടി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജുവിന് സൽസേവന പത്രം നൽകി ആദരിച്ചു. എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാറിന്റെ സത്സേവന പത്രം ജില്ലാതല ഓഫീസർമാരുടെ യോഗത്തിൽ തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V സുഭാഷ്, അസിസ്റ്റന്റ് കമ്മീഷണർമാരായ ജോബി, നികേഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് KK രാജുവിന് കൈമാറിയത്. മുരിയാട്ടുകാർക്ക് ഇനി മുതൽ ക്രിമിറ്റോറിയം അന്വേഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടതില്ല. ക്രിമിറ്റോറിയം വീട്ടുമുറ്റത്തെത്തും. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയത്. ക്രിമിറ്റോറിയം, മൊബൈൽ ഫ്രീസർ, അത് കൊണ്ടുപോകുന്നതിനുള്ള വാഹനം എന്നിവയ്ക്കായി
20 ലക്ഷം രൂപയോളം വരുന്ന പ്രൊജക്റ്റാണ് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇത് പ്രകാരം വാഹനവും മൊബൈൽ ഫ്രീസറും ക്രിമിറ്റോറിയവും പഞ്ചായത്തിൽ എത്തിക്കഴിഞ്ഞു. വാഹനത്തിന്റെ ബോഡി കെട്ടുന്ന പ്രവർത്തനം പൂർത്തീകരിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കകം ക്രിമിറ്റോറിയത്തിന്റെ സേവനം പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ആദ്യത്തേതും തൃശൂർ ജില്ലയിലെ മൂന്നാമത്തേതുമായ പഞ്ചായത്താണ് മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, സെക്രട്ടറി എം ശാലിനി എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെയും ഫ്രീസറിന്റെയും മഹീന്ദ്ര വീരോ വാഹനത്തിന്റെയും താക്കോലുകൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, ഭരണസമിതി അംഗം തോമസ് തൊകലത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് മുകുന്ദൻ എന്നിവരും പഞ്ചായത്ത് അംഗങ്ങളും ഹരിത കർമ്മസേന കൺസോർഷ്യം ഭാരവാഹികളും ജീവനക്കാരും പങ്കെടുത്തു. ഹരിത കർമ്മസേനയ്ക്കാണ് മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെ നടത്തിപ്പ് ചുമതല. ന്യൂസിലാൻഡിലേക്ക് വിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ യുവതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്ങണിശ്ശേരി സ്വദേശിനി 34 വയസ്സുള്ള ബ്ലസി അനീഷാണ് അറസ്റ്റിലായത്. കോഴിക്കോട് പുതിയറ തിരുമംഗലത്ത് വീട്ടിൽ ഷമൽ രാജ്, സുഹൃത്ത് നോബിൾ എന്നിവരിൽ നിന്നായി 8,95,000 രൂപയാണ് യുവതി തട്ടിയെടുത്തത്. ഷമൽ രാജിൽ നിന്ന് 4 ലക്ഷം രൂപയും നോബിളിൽ നിന്ന് 4,95,000 രൂപയും 2025 ജനുവരി 9 മുതൽ ഒക്ടോബർ 9 വരെയുള്ള കാലയളവിൽ പലപ്പോഴായി ബ്ലസി കൈപ്പറ്റുകയായിരുന്നു. എന്നാൽ വിസ ശരിയാക്കി നൽകുകയോ കൈപ്പറ്റിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ യുവതി തട്ടിപ്പ് നടത്തുകയായിരുന്നു. തട്ടിപ്പ് മനസ്സിലാക്കിയ ഷമൽ രാജ് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ബ്ലസി അനീഷിനെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും സംയുക്ത സംരംഭമായ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ അന്തേവാസികൾക്കും കൂട്ടിരിപ്പുകാർക്കും വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവരുന്ന വിമുക്തി ക്ലബ്ബ് നവീന രീതിയിലുള്ള ബുക്ക് ഷെൽഫ് നിർമ്മിച്ചു നൽകി. ഷെൽഫിലേക്ക് ആവശ്യമായ പുസ്തകങ്ങളും കൈമാറി. സനീഷ് കുമാർ ജോസഫ് MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർ VJ ജോജി, താലൂക്ക് ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MA മിനിമോൾ, ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ജോസ് താണിക്കൽ, ഡോക്ടർ പീറ്റർ കിണറ്റിങ്ങൽ, ചാലക്കുടി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു എന്നിവർ സംസാരിച്ചു. വിമുക്തിയിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് സംഭാവന ഇനത്തിൽ ലഭിച്ച ട്രോളി കൈമാറ്റ ചടങ്ങും നടത്തി. ടീം ബിഗ് സീറോയുടെ ബാനറിൽ സജീവ് തണ്ടാശ്ശേരി സംവിധാനം ചെയ്ത് രേഷ്മ മനക്കുടി ആലപിച്ച പല്ലിശ്ശേരി കാവിലമ്മേ അഭയം എന്ന ആൽബത്തിന്റെ പ്രകാശനം നടന്നു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി മുൻ പ്രസിഡന്റ് M രാജേന്ദ്രൻ, പ്രവാസി ശബ്ദം ചീഫ് എഡിറ്റർ K ഹരിനാരായണന് ആൽബം നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്ധ്യ കുട്ടൻ അധ്യക്ഷത വഹിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ K രവീന്ദ്രനാഥ്, സംഗീത സംവിധായകൻ കലേഷ് പനമ്പയിൽ, ബാബു അമ്മൂസ്, എഴുത്തുകാരി അതിര അങ്കീരസ്, രാജ്ഗോപാൽ കീയത്ത് എന്നിവർ സംസാരിച്ചു. പൂനെ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിൽ നിന്ന് കെമിസ്ട്രി വിഭാഗത്തിൽ ഡോക്ടറേറ്റ് നേടിയ താഴത്ത് രവി സുബിത ദമ്പതികളുടെ മകൾ നിവേദിതയ്ക്ക് CPIയുടെ അനുമോദനം. ഭഗത് സിംഗ് ബ്രാഞ്ചിനു വേണ്ടി CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ KM ചന്ദ്രൻ അനുമോദനം നൽകി. CPI ബ്രാഞ്ച് സെക്രട്ടറി ജൻസൺ പുത്തൂർ, അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് കളത്തിങ്കൽ, വട്ടനാത്ര സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം ബിജു കാട്ടുകാരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആരോഗ്യ സംരക്ഷണ മേഖലയിലെ വർമ്മകലയിലും സാമൂഹിക പ്രവർത്തനങ്ങളിലുമുള്ള സംഭാവനകളെ പരിഗണിച്ച് ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും തൈക്കാട്ടുശ്ശേരി സ്വദേശി CV ശ്രീനിവാസന് ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് എന്ന ബഹുമതി ലഭിച്ചു. കാട്ടുകുഴി കോവാത്ത് വീട്ടിൽ പരേതരായ വേലായുധന്റെയും ലക്ഷ്മിയുടെയും മകനാണ്. അയ്യന്തോളിൽ പ്രവർത്തിക്കുന്ന ആർഷ പാരമ്പര്യ വൈദ്യ ഫെഡറേഷന്റെ കർമ്മ എന്ന സ്ഥാപനത്തിൽ പ്രവർത്തിക്കുകയാണ് ശ്രീനിവാസൻ. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്.
പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനായി പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന സ്മാർട്ട് പഠനമുറി നിർമ്മാണ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വീടിനോട് ചേർന്ന് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പഠനമുറി നിർമ്മിക്കുന്നതിന് 4 ഗഡുക്കളായി 2,50,000 രൂപ ധനസഹായം അനുവദിക്കും. സർക്കാർ എയ്ഡഡ് സ്പെഷ്യൽ ടെക്നിക്കൽ സ്കൂളുകളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിലും 8 മുതൽ +2 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യത്തിന് അർഹതയുള്ളത്. വിലാസം: ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, 1-ാം നില, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്, പുതുക്കാട് PO, തൃശൂർ. പിൻകോഡ് 680301. ഫോൺ നമ്പർ 9496070362. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,175 രൂപ, പവന് 89,400 രൂപ. അമ്പല്ലൂർ വടക്കുമുറി മാളിയേക്കൽ സത്യവതി ഡൽഹിയിൽ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഡൽഹിയിൽ നടക്കും. ഭർത്താവ് പരേതനായ തങ്കപ്പൻ, ബിജു, സാജു, ബിനു എന്നിവർ മക്കളും, സുജ, ബിന്ദു, ധീഷ്മ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതകളെത്തുന്ന പഞ്ചായത്തുകളിൽ സ്ത്രീ സംവരണ വാർഡുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുന്നണികൾക്ക് നിർണായകമാകും. മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ മുന്നണികൾ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കലൂർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 3-ാം ദിനത്തിൽ അരങ്ങേറിയത് ജനപ്രിയ ഇനങ്ങൾ. പുതുക്കാട് നടക്കുന്ന 36ാമത് ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. കലോത്സവത്തിന്റെ 3-ാം ദിനത്തിൽ അരങ്ങേറിയത് ജനപ്രിയ ഇനങ്ങളാണ്. പുതുക്കാട് നടക്കുന്ന ഇരിങ്ങാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആദിവാസി ഗോത്ര കലകളുടെ മത്സര ഇനങ്ങൾ കാണികൾക്ക് കൗതുകമായി. കഴിഞ്ഞ വർഷം മുതലാണ് കേരള സ്കൂൾ കലോത്സവത്തിൽ ആദിവാസി ഗോത്ര കലകൾ ഉൾപ്പെടുത്തിയത്. മുരിയാട്ടുകാർക്ക് ഇനി മുതൽ ക്രിമിറ്റോറിയം അന്വേഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടി വരില്ല. ക്രിമിറ്റോറിയം വീട്ടുമുറ്റത്തെത്തുന്ന മൊബൈൽ ക്രിമിറ്റോറിയം പദ്ധതി മുരിയാട് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് യാഥാർത്ഥ്യമാക്കിയത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.